മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന്റെ മരണം അതിപ്പോഴും ദുരൂഹത നിറഞ്ഞതായി തന്നെയാണ് നിൽക്കുന്നത്. പല ആരോപണങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ മമതാ ബാനർജി തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിനുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അജിത് പവാറിന്റെ മരണം അതൊരു ദുരൂഹതയായി വിലയിരുത്താൻ കഴിയുമോ? അവിടെ മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മഹാരാഷ്ട്ര ആയതുകൊണ്ടും പിന്നെ അജിത് പവാർ എന്ന് പറഞ്ഞ ഇത്ര പ്രതാപശാലിയായിട്ടുള്ള ഒരാൾ, അപ്പം മരണം അന്വേഷിക്കണം. അത് ദുരൂഹത ഉണ്ടോ എന്ന് അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ മമതാ ബാനർജിയും എനിക്ക് തോന്നുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ, പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പറഞ്ഞു. അതിനകത്ത് അതൊന്നും അങ്ങനെയല്ല, വരട്ടെ, ഒരു കുഴപ്പവുമില്ല, സാധാരണ അപകടമാണെന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് 41 MLA-മാരുണ്ട്. NCP എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട, ഒരുപക്ഷേ ഒരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ബോംബെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ്. ബോംബെ നിയന്ത്രിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ ശരത് പവാറിനെയാണ്. അദ്ദേഹം അവിടെ പലവട്ടം മുഖ്യമന്ത്രിയായിട്ടുണ്ട്. കോൺഗ്രസിന്റെ പഴയ നേതാവായിരുന്നു, അതികായകനായിരുന്നു. ഇദ്ദേഹത്തെ പറ്റിയുള്ള ആരോപണവും നമ്മൾക്കറിയാമല്ലോ. ഇദ്ദേഹം പഴയ വളരെ പുറകോട്ട് പോകുമ്പോൾ അവിടുത്തെ ഈ പറയുന്ന അധോലോകത്തെ നിയന്ത്രിച്ചിരുന്ന രാഷ്ട്രീയക്കാരിൽ ഏറ്റവും പ്രധാനി എന്നുള്ള രീതിയിലുള്ള ആരോപണം വന്നിട്ടുണ്ട്. ഈ ദാവൂദ് ഇബ്രാഹിം എന്ന് പറയുന്ന ആൾ ബോംബെ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപക്ഷെ പാകിസ്ഥാനിൽ, എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല, കൃത്യമില്ല, പാകിസ്ഥാനാണ് ഹോൾഡ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു പാകിസ്ഥാനകത്ത് നമ്മളിപ്പോൾ ഈ അജ്ഞാതന്റെ കാര്യമൊക്കെ പറയുമല്ലോ, അന്ന് ഇവിടുന്ന് കടന്നു കയറി അവിടെ ചെന്ന സമയത്ത് പാകിസ്ഥാനിൽ ഇദ്ദേഹം നിസ്കരിക്കാൻ വരുന്ന പള്ളിയിൽ വരാൻ ഇന്ന സമയമാകുകയും ഏതാണ്ട് മിനിറ്റുകൾക്ക് 5 മിനിറ്റ് കൂടെ ഉള്ള ഇയാൾ വരാൻ എല്ലാം സെറ്റ് ചെയ്തിങ്ങനെ, അല്ലെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ അറേഞ്ച്മെന്റും ചെയ്ത് നമ്മുടെ അന്നത്തെ അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗവും ആ സംവിധാനവും പട്ടാളത്തിൻ്റെ സംവിധാനം ചെയ്തിട്ട് അത് നടത്തുന്നതിന് മുമ്പ് അതിന് അനുവാദം ചോദിക്കാൻ ഇവിടോട്ട് വിളിച്ചപ്പോൾ അതിന് അനുവാദം കൊടുക്കേണ്ട, അത് തടഞ്ഞത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു അതികായകന്റെ ഫോണാണ്. ആ ഫോൺ അന്നും ഇന്നും ശരത് പവാറിന്റെ ആണെന്ന് പറയാതെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അറിയാവുന്നവർക്കറിയാം. അപ്പം അത്രയ്ക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനകത്ത് നിയന്ത്രിച്ചിരുന്ന, അതിനുശേഷം ഇപ്പോഴും നിയന്ത്രിക്കുന്നത്, അദ്ദേഹത്തിന് എപ്പോഴും ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒരു 50 MLA-മാരുണ്ട്. കരിമ്പ് കർഷക മേഖലയിൽ, അത് പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ആർക്കും അതിലെ തൊടാൻ പറ്റത്തില്ല. നമ്മൾ ഈ മുസ്ലിം ലീഗിന്റെ കാര്യം പറഞ്ഞതുപോലെ. അപ്പം അത്രയ്ക്ക് വലിയ ഒരു രാഷ്ട്രീയക്കാരൻ്റെ പതനം സ്വന്തം മരുമകനിലൂടെ മാത്രമാണ് ബോംബെയിൽ സംഭവിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനുള്ള MLA-മാർ 11 പേരാണ്. അതേസമയം പവാറിൻ്റെ കൂടെ ഉള്ളത് എത്ര? 41 പേരുണ്ട്. അപ്പം ഈ 2019 ഇദ്ദേഹം BJP-യുടെ കൂടെ പോയി നാമമാത്ര ദിവസങ്ങളിൽ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രിയായി അദ്ദേഹം തിരിച്ച് ശരത് പവാറിന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ മന്ത്രിസഭ തറയിൽ വീഴുകയാണ്. പിന്നെ 23-ൽ ഇദ്ദേഹം പോകുന്ന സമയത്ത് അന്ന് ഇദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിരുന്നില്ല MLA-മാരെ, അല്ലെങ്കിൽ ഇദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു വിചാരിച്ചിരുന്നവർ ഒരു പക്ഷേ അവസാന നിമിഷം വന്നപ്പോൾ കൂടില്ലായിരുന്നത് കൊണ്ടായിരുന്നു തിരിച്ചു പോകേണ്ടി വന്നത്. പക്ഷെ 2023-ലായല്ല സംഭവിച്ചത്. അദ്ദേഹം പുലർത്തി, ഈ ഉദ്ധവ് താക്കറേക്ക് പറ്റിയതുപോലെ ഷിൻഡെ പുലർത്തി പോയപ്പോൾ ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനം അല്ല ഷിൻഡെയുടെ പ്രസ്ഥാനമായി ശിവസേന ഇപ്പോഴും അങ്ങനെ ആലോചിക്കുന്നില്ല. ഇതേ അവസ്ഥ മഹാരാഷ്ട്രയിൽ സംഭവിക്കും. ഇപ്പം നമ്മൾ കണ്ട ഏറ്റവും അവസാനം തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ BJP, അറിയാമല്ലോ, BJP എന്ന് പറയുന്ന ഒരു മഹാപ്രസ്ഥാനമാണ്. ഇവിടെയും ആദ്യ BJP ഇല്ലായിരുന്നു, മഹാരാഷ്ട്രയിൽ ഇല്ലായിരുന്ന BJP, ശിവസേന, അന്ന് ഉദ്ധവ് താക്കറയുടെ അച്ഛൻ ഈ താക്കറയുടെ അച്ഛനുണ്ടായിരുന്നല്ലോ, ഈ ബാൽ താക്കറെ അവിടെ സ്വാധീനത്തിൽ അന്ന് അവിടെ BJP. അതുകൊണ്ട് ഈ RSS-ന് ഇപ്പോഴും ബാൽ താക്കറെ, ഉദ്ധവ് താക്കറയോട് താല്പര്യം. കാരണം അവരെ അന്ന് താങ്ങി നിർത്തിയിരുന്നു, ഇല്ലാത്ത കാലത്ത് താങ്ങി നിർത്തിയിരുന്നു. പക്ഷെ ഉദ്ധവ് താക്കറെ എത്ര താങ്ങാനും RSS പറഞ്ഞതൊക്കെ ആ ശൈലിയിലേക്ക് വരാത്തതുകൊണ്ട് അവർ പക്ഷെ വെളിയിൽ പോയി. അപ്പം അവിടെ BJP വന്നാൽ ലോട്ടോന്ന് സ്ഥലം കൊടുക്കുന്നവരെ പിന്നെ അത് അവരങ്ങ് കടന്നു കയറും. അപ്പം ഇവിടെയും അങ്ങനെ സംഭവിച്ചത്. ഇവിടെ പ്രധാനപ്പെട്ട കക്ഷികളായിട്ടുള്ള ഒന്ന് ശിവസേന, അവിടുത്തെ പ്രധാനപ്പെട്ട ഈ അല്ലെങ്കിൽ പവാർ ഗ്രൂപ്പ് അല്ലെങ്കിൽ NCP, ഇതിനെ രണ്ടിനെയും BJP വിഴുങ്ങി. ഇപ്പം ഏറ്റവും അവസാനം 41 MLA-മാരുള്ളപ്പോൾ പ്രതിപക്ഷമില്ലാതെ വരുമ്പോഴും അവർ നോക്കിയപ്പം ഇവിടെ എല്ലാം ജയിക്കുന്നത് ഇവരുടെ പ്രതാപത്തിൽ അല്ലിപ്പം. ഇവർക്കവിടെ ഇനിയും BJP ഇല്ലാതെ ജയിക്കാനേ പറ്റുന്ന ഒരു അവസ്ഥയില്ല. കോൺഗ്രസിന്റെ കാലം പോലെയല്ല. കോൺഗ്രസിന് പലതും ജയിക്കുന്നത് ഘടകകക്ഷികളുടെ, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ജയിക്കണമെങ്കിൽ DMK വേണം, UP ജയിക്കണമെങ്കിൽ അഖിലേഷ് യാദവ്, അല്ലെ, അതുപോലെയല്ല. പക്ഷേ BJP ഇല്ലാത്തവർക്ക് ജയിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇപ്പം അമ്മാവനെ കൂട്ടുപിടിച്ച് ഒരുപക്ഷെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിന്ന് നോക്കി. പക്ഷെ അമ്മാവന്റെ കൂടെ നിന്നൊക്കെ അവിടെ BJP-യെ തടയാൻ പറ്റിയില്ല. അപ്പം ആ ഒരു കൂടിയാലോചന തീരുമാനം അനൗൺസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ അനൗൺസ് ചെയ്യും എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത്, ദിവസങ്ങൾക്കുള്ള സമയത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇതിനകത്തൊരു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ പിണങ്ങാനുള്ള കാര്യം,
എന്ന് വെച്ചാൽ മകളുടെയും ഇയാളുടെയും കൂടെ തമ്മിലുള്ള മത്സരമാണ് പാർട്ടിക്ക്. ഇദ്ദേഹത്തെ ആയിരുന്നു അദ്ദേഹത്തിന് ശേഷം വിചാരിച്ചിരുന്നത്. അതേ രീതിയിൽ വലിപ്പത്തിൽ തന്നെ വളർന്നു വന്നു. നമ്മൾ ഏറ്റവും അവസാനം കാണുമ്പോൾ ഇത്രയും പേരെ പിളർത്താൻ ഒരുപക്ഷെ NCPക്ക് അകത്ത് ശരത് പവാറിനെക്കാട്ടി വിശ്വാസം NCP MLA-മാർക്ക് ഇദ്ദേഹത്തോട് ആവണമെങ്കിൽ ഇദ്ദേഹത്തിന് വലിയ നേതാവ് തന്നെയല്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ മകൾ ഈ മേഖലയിൽ വന്നപ്പോൾ മകളെ ഈ കാര്യം ശരത് പവാറിനപ്പുറം ഏൽപ്പിക്കാൻ നോക്കി. അങ്ങനത്തെ ഒരു ഇതാണ് ഈ പാർട്ടി പിളരാൻ കാരണം. ഇപ്പൊ തിരിച്ചു ചെന്നാലും എൻ്റെ ഒരു കാര്യം, തിരിച്ചു ചെന്നാലും ഈ 41 MLA-മാരും ശരത് പവാർ വേണ്ടി തിരിച്ചു ചെന്നാലും അജിത് പവാർ തിരിച്ചു ചെന്നാലും ശരത് പവാറിന്റെ പഴയ ആഗ്രഹം നടക്കത്തില്ല. കാരണം വീണ്ടും അജിത് പവാറിന്റെ പ്രഭാവത്തിൽ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ഒരു NCP വരും. അപ്പം മകളെ അവിടെ വീണ്ടും പ്രതിഷ്ഠിക്കാൻ പറ്റുമോ? പക്ഷേ 41 MLA-മാർ മാത്രം ചെല്ലുകയും പവാർ ഇല്ലാതെ 41 MLA-മാർ അപ്പുറത്ത് ചെന്നാൽ ഈ അജിത് പവാർ ഇല്ലാതെ 41 MLA-മാർ അപ്പുറത്ത് ചെന്നാൽ ശരത് പവാറിന് വീണ്ടും പഴയ പ്രതാപം തിരിച്ചെടുക്കാം. അദ്ദേഹത്തിന് ഒന്നും നോക്കാതെ അദ്ദേഹത്തിന്റെ മകളെ പാർട്ടിയുടെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിക്കാമല്ലോ. അങ്ങനെ ഒന്ന് ചിന്തിക്കാം. അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ്. കാരണം എന്തും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ മകന് മേപ്പോട്ട് ചെന്നപ്പം പറത്തിയ ഫ്ലൈറ്റ് ഡീസൽ ഉണ്ടെന്ന് കരുതി മേളിൽ ചെന്നപ്പോൾ ഡീസലില്ല, തകർന്നു പോകണല്ലോ. ഇന്ദിരാഗാന്ധിക്ക് തലവേദനയായിരുന്നു ഈ പറയുന്ന സഞ്ജയ് ഗാന്ധി എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ആവാം. അതുകൊണ്ടാണ് ഇതിനകത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അന്വേഷിക്കണം. പക്ഷേ ഈ 41 MLA-മാർ തലവേദനയുമാകുമോ BJPക്ക് എന്നുള്ളതാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നതല്ല. ഈ മേഖലയിൽ കടന്നു കയറിയിരുന്ന BJP 41 MLA-മാർ ഇതിനകത്ത് ഇവരെ കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ കൂടെ നിർത്താൻ സാധിക്കാതെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നാഥനില്ല കളരിയായപ്പോൾ. ആർക്ക് വേണം? ഇദ്ദേഹത്തിന്റെ അനന്തരവനുണ്ട്, അയാൾ MLA ആണ്. അയാളുടെ പേര് രോഹിത് പവാർ എന്നാണ്. അയാൾ പക്ഷേ പക്വത വന്നിട്ടില്ല. കാരണം ഒരു നേതാവിന്റെ രീതിയിൽ അല്ലെങ്കിൽ നേതാവായിട്ട് അംഗീകരിക്കാൻ അതിനെക്കാട്ടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യ രാജ്യസഭ MP ആണ്. പക്ഷെ പക്വത വന്നിട്ടില്ല. അപ്പം തിരിച്ചങ്ങോട്ട് പിടിച്ചാൽ അറിയാമല്ലോ, ശരത് പവാർ പിടിച്ചാൽ ചിലപ്പോൾ MLA-മാർ മൊത്തോട് അങ്ങോട്ട് ചെല്ലും. പക്ഷെ ഇത് BJPക്ക് തലവേദനയാണ്. BJPക്ക് ശരത് പവാറിന്റെ അടുത്ത MLA-മാർ ചെല്ലുന്നത് ഇതേ ഒരു സോഫ്റ്റിൽ കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ ഈ MLA-മാരെ BJPയുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുവന്നാൽ മനസ്സിലാവുന്നുണ്ടോ? ഈ എന്ന് പറഞ്ഞാൽ ഒരു മേഖല മൊത്തവും ഈസിയായിട്ട് കൈയടക്കാൻ പറ്റും. നമ്മൾ പറയത്തില്ലേ ഇങ്ങനെ മുച്ചീട്ട് കളിക്കാത്ത 3 ഇങ്ങനെ കോടികളുടെ ഇങ്ങനെ വാരിയിരുന്നോ ഇടാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഒരു പൊളിറ്റിക്സ് അവിടെ ഉണ്ട്. ഏതായാലും ദുരൂഹമാണോ അല്ലയോ, ഇപ്പം ശരത് പവാർ മാത്രമേ പറയുന്നുള്ളൂ സ്വാഭാവികമാണോ നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. ബാക്കി എല്ലാവരും അത് ആരോപിക്കുന്നുണ്ട്. അപ്പൊ എൻ്റെ ഒരു മഹാരാഷ്ട്ര പൊളിറ്റിക്സ് ഇതാണ് ഈ 41 MLA-മാർ ഇപ്പം BJPക്ക് ഒരു കുരുക്കാകുമോ ഗുണമാകുമോ? ഈ ബാൽ താക്കറെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ മഹാരാഷ്ട്ര പൊളിറ്റിക്സിന്റെ ഒരു നെടുന്തൂണായിരുന്നു. ഈ ബാൽ താക്കറെ ഒരിക്കലും ഈ പറയുന്ന പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നില്ല. എപ്പോഴും അദ്ദേഹം പുറകിൽ നിന്ന് ചണ്ടൊരിക്കത്തേ ഉള്ളൂ. ശിവസേനയെ അങ്ങനെ വളർത്തിക്കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യത്തിലും ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ തയ്യാറല്ല. കാരണം എന്താ പറയുക, എനിക്ക് അധികാരത്തോട് താല്പര്യമില്ല, ഞാൻ അധികാരമോഹമായിട്ട് ഇറങ്ങിയാൽ ഈ ശിവസേനയെ വളർത്താൻ പറ്റില്ല. ശിവസേന എന്ന് പറഞ്ഞാൽ ഹൈന്ദവ ഐക്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നൊരു സംഘടനയാണ്. അവിടേക്ക് BJPക്ക് കടന്നു കയറാനും കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് അവിടെ വന്നപ്പോഴാണ് പതുക്കെ മഹാരാഷ്ട്രയിൽ BJPയെ വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസ് പിന്നീട് ഉപമുഖ്യമന്ത്രി വരെ ആയിപ്പോയി. അപ്പൊ BJP ഒരു പക്ഷേ ദേശീയ പ്രസിഡന്റായിട്ട് വരെ കണ്ടുവച്ചിരുന്ന ആൾ ഈ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. പക്ഷേ ആ ദേവേന്ദ്ര ഫഡ്നാവിസിനെ മഹാരാഷ്ട്രയിൽ ഉറപ്പിച്ചു നിർത്തി BJPയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രേരണയും നൽകി. ഇനി ഇപ്പുറത്തെ ശരത് പവാറിന്റെ കാര്യം എടുത്ത് നോക്ക്. ശരത് പവാർ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി കഴിഞ്ഞാൽ വളരെ പവർഫുൾ ആയ കോൺഗ്രസ് നേതാവാണ്. ഒരുപക്ഷെ ഈ സോണിയയും ഈ പറയുന്ന നരസിംഹറാവു ഒക്കെ കൊണ്ടുവന്ന് അവരോധിക്കുന്ന ഒരു കാലഘട്ടം വന്നപ്പോൾ ശരത് പവാർ പിണങ്ങി പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ഏറ്റവും പവർഫുള്ളായ നേതാക്കളുടെ ഒരാളായിരുന്നു ശരത് പവാർ. അതുകൊണ്ടാണ് പിന്നീട് കോൺഗ്രസിൽ നിന്ന് ശരത് പവാർ പുറത്തേക്ക് പോകുന്നത്. പിന്നീട് ശരത് പവാർ, അജിത് പവാർ ഇവരെല്ലാം തമ്മിലടിച്ചു. ശരത് പവാർ ഇതിനിടയ്ക്ക് മകളെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. എന്തായാലും ഇനി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഒരു വലിയ നേതാവായിട്ട് മാറാൻ കഴിയില്ലെന്ന് ശരത് പവാറിന് ഉറച്ച ബോധ്യമുണ്ട്. പക്ഷേ ഇവിടെ ഈ അജിത് പവാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വലിയ വിവാദം, വലിയ സംശയം. ഇപ്പോൾ കാനഡയിൽ നിർമ്മിച്ച വിമാനമാണ് ഈ അപകടത്തിൽപ്പെട്ടത്. 7 സീറ്റോ മറ്റോ ആണ് ഈ വിമാനത്തിലുള്ളത്. ഈ വിമാനം 7 മണിക്കാണ് രാവിലെ പറന്നു പൊങ്ങേണ്ടിയിരുന്നത്. പക്ഷേ 8:10 മറ്റോ ആണ് വിമാനം പറന്നു പൊങ്ങിയത്. അവിടെ തന്നെ ഒരു സംശയമുണ്ട്. പിന്നെ ഈ ഫ്ലൈറ്റ് പറത്തിയവർക്ക് ഏതാണ്ട് 14,000 മണിക്കൂറൊക്കെ എക്സ്പീരിയൻസ് ഉള്ള വളരെ എക്സ്പീരിയൻസ് പെൺകുട്ടികളൊക്കെ ഉണ്ട്. ആ പെൺകുട്ടി സഹ പൈലറ്റാ. പക്ഷേ ഇരുവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷേ
ഇപ്പോഴും ശരത് പവാർ പറയുന്നതിനകത്ത് ഒരു ദുരൂഹതയും ഇല്ല, ഇത് സ്വാഭാവികമായിട്ട് ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ വിമാനം എവിടെയെങ്കിലും ഇടിച്ചതായിട്ടോ എന്തെങ്കിലും സംഭവിച്ചായിട്ടോ ഒന്നും പറയുന്നില്ല. മാത്രമല്ല ഇവർ ഈ പറയുന്ന എയർ ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്തും ഇത്തരത്തിലുള്ള ആശങ്ക പറയുന്നില്ല. അവസാന നിമിഷവും താഴേക്ക് ഇറക്കാൻ ശ്രമിച്ചിരുന്നു. റിപ്പോർട്ടും ഉണ്ടായിരുന്നു. അതെ, മഞ്ഞിന്റെ അംശം ഉണ്ടായിരുന്നു, കനത്ത കാറ്റുണ്ടായിരുന്നു, വെളിച്ചക്കുറവുണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. ഒരുപക്ഷെ ചില പൈലറ്റ്മാർ പറയുന്നത് ഒന്നുകിൽ വിമാനം 1-2 തവണ കൂടി റോന്തി ചുറ്റുക. കാരണം എന്താ വെച്ചാൽ ഈ വട്ടം ചുറ്റുന്നതെന്ന് വെച്ചാൽ ഇന്ധനത്തിന്റെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ധനം കൂടുതലുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അത്ര ഒരു സാധ്യത നിലനിൽക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ വിമാനത്തിന്റെ ടെക്നിക്കൽ ഫെയിലിയർ എന്താണെന്ന് അറിയണമെങ്കിൽ അതിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തണം. ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അതിന്റെ പരിശോധന പൂർത്തിയായാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയോ മറ്റോ പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ശരത് പവാർ എന്തിനാണ് ദുരൂഹത ഇല്ല എന്ന് ആദ്യമേ തന്നെ കയറി പറഞ്ഞത്? ഇതാണ് ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് വന്നത്. ശരത് പവാറിന് അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? ശരത് പവാർ എന്തെങ്കിലും ദുരൂഹത ഉണ്ടോ, ഒരു സംശയമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. മമതാ ബാനർജി പോലും ഇതുമായി ബന്ധപ്പെട്ട ചില കമന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ വയ്യ, എൻ്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്, എനിക്ക് അത്തരത്തെക്കുറിച്ച് ആലോചിക്കാൻ വയ്യ എന്നൊക്കെ ശരത് പവാർ ഇവിടെ പറയുകയും ചെയ്യുന്നുണ്ട്. ഇനി ദുരൂഹത ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് വരും മണിക്കൂറുകൾ, വരും ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും. ബ്ലാക്ക് ബോക്സ് കിട്ടിയതിന് ശേഷം ഇതിന്റെ ദുരൂഹത നീക്കാൻ കഴിയും. ബ്ലാക്ക് ബോക്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അതിന് പരിശോധന കഴിയണം. ഈ പരിശോധിച്ചതിന് ശേഷം ഈ ദുരൂഹത ഉണ്ടെങ്കിലും ഇത് ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്നൊക്കെ പിന്നെ അന്വേഷണം പോകുമ്പോൾ അത് പുറത്തു വരാൻ കുറെ കാലതാമസം എടുക്കും. അതിനിടയ്ക്ക് ശരത് പവാറിന് എന്തൊക്കെ രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുമോ, ആരെയൊക്കെ എത്തിക്കണമെന്ന് അദ്ദേഹത്തിനുണ്ട്, ആരെയൊക്കെ ഇതില് നിർത്തണമെന്നുണ്ട്, അതെല്ലാം അദ്ദേഹം ചെയ്യുകയും തന്നെ ചെയ്യും. അല്ല, ഈ ശരത് പവാർ ശരിക്കും ഒരു കിങ് മേക്കർ ആയിരുന്നു. കിങ് മേക്കർ ആയതുകൊണ്ട് ശരത് പവാറിന്റെ പൊളിറ്റിക്സിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം. മകളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇനിയിപ്പം ദേശീയ രാഷ്ട്രീയത്തിൽ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാൻ പറ്റില്ല എങ്കിൽ ഇനി മഹാരാഷ്ട്ര കൈവിട്ടു പോകരുത്. കാരണം BJP അവിടെ വലിയ തോതിൽ ആധിപത്യം സ്ഥാപിച്ചു. അതെങ്ങനെ തിരിച്ചു പിടിക്കാം? ഇതായിട്ട് അയാള് നമ്മൾ പറഞ്ഞു വരുമ്പോൾ അയാളുടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. 10,000 കോടി രൂപ ഇടനിലക്കാരെന്നുള്ള രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ് ശരത് പവാർ. ആണ് ഈ നേരത്തെ ഈ കർഷക സമരത്തിനകത്ത് അതാണ് സംഭവിച്ചത്. ഒരു കൊല്ലത്തെ വരുമാനം അയാളായിരുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് നിന്ന് സാധനം ഇവർക്കേ വിൽക്കാൻ പറ്റൂ, ഇവരെ മറിച്ച് വിൽക്കാം, അങ്ങനത്തെ അയാളുടെ ആസ്തി ആലോചിച്ചു. അപ്പം നമ്മൾ പറയത്തില്ലേ കുടുംബാസ്തിയ NCP. അപ്പൊ NCP ഈ പറയുന്നത് പോലെയുള്ള ബലത്തിൽ നിർത്തണം. 50 MLA-മാരായിട്ടുള്ള ബലത്തിൽ നിർത്തിയിട്ട് ആരാ നമ്മള് ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന ആരാ? ഇപ്പം ധന്യ എപ്പോഴും പറയാം എന്റെ പിള്ള എന്ന് വെച്ചാൽ ധന്യയുടെ മൊത്തം പിള്ളക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ ആഗ്രഹം, അയാളുടെ ഈ പറയുന്ന അസറ്റ് NCP എന്ന് പറയുന്ന അസറ്റ് രാഷ്ട്രീയം നാട് നന്നാക്കാൻ വേണ്ടി അല്ലെന്നുള്ള കാര്യമാണെന്നല്ലോ ഇവരിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ആ അസറ്റ് പൂർണ്ണമായിട്ട് ഏൽപ്പിക്കണം. അതേ ബലത്തിൽ ഏൽപ്പിക്കുന്നതിന് വേണ്ടി 40 MLA-മാരെ മാത്രം പുള്ളിയുടെ കസ്റ്റഡിയിൽ കൊണ്ടുപോയി മകളെ അത് ഏൽപ്പിക്കാനായിരുന്നു. ബലമില്ലെങ്കിൽ പാർട്ടി കൊണ്ട് കാര്യമില്ല. നിയന്ത്രിക്കാൻ കഴിയാതെ മഹാരാഷ്ട്രയാണ് ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമാണ്. കാരണം ഇന്ത്യക്ക് മൊത്തത്തിൽ ആ ഒരു പാർട്ടിയെ നിയന്ത്രിക്കുന്നതിന് മഹാരാഷ്ട്ര എന്നുള്ള സാമ്പത്തികം മാത്രം മതി. മഹാരാഷ്ട്ര പാരില്ല. പിന്നെ ഇത് ഈ ഒരു ചാൻസ് BJP നോക്കും. കാരണം ഈ 40 MLA-മാർ കൊണ്ട് കരിമ്പ് കർഷക മേഖല, ഈ ഇദ്ദേഹം മരിച്ച ബരാമുള്ള മേഖല, ആ മേഖല വലിയ പാടാണ്. പക്ഷെ അവിടെ BJP കടന്നു കയറി ഇവരെ മൊത്തത്തിൽ ഈ 41 MLA-മാരെ മൊത്തത്തിൽ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ BJP ചേരുക എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ മേഖല പൂർണ്ണമായി BJP. പിന്നെ BJP-യുടെ സർവാധിപത്യമായിരിക്കും. അപ്പോൾ എന്തുവായാലും രാഷ്ട്രീയ കളി ഇന്നത്തെ 11 മണിക്ക് ശേഷം വളരെ വൃത്തിയായിട്ട് അവിടെ നടക്കും. അത് ഏത് രീതിയിലാണെന്ന് നോക്കിക്കാണും. ഏതായാലും മരണത്തിൽ ദുരൂഹത ഉണ്ട് എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ശരത് പവാർ ഒഴികെ. അപ്പോൾ നമുക്കത് നോക്കിക്കാണ്ടി വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.